ഹലോ ഗൈസ്. ഇയാൾക്ക് എന്താണ് വയ്യേ? എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഗൈസ്. അപ്പൊ ഇന്ന് ലേബർ ഡേ അല്ലേ? ലേബർ ഡേ ജോസാബിനായിട്ട് ബന്ധമൊന്നുമില്ലാത്ത ലേബർ ഡേ ആണ് ഗൈസ്. ഇന്ന് ലേബർ റൂം അല്ല ഗൈസ്. എല്ലാവർക്കും തൊഴിലാളി ദിന ആശംസകൾ ഗൈസ്. ലേബർ ഡേ ആശംസകൾ. നമ്മളെല്ലാരും തൊഴിലാളികളാണല്ലോ. അതെ അതെ, സ്വാഭാവികമായിട്ട് ഒരുവൻ മുതലാളി, ഉലകിൽ വൈത്തവൻ തൊഴിലാളി. മൺവാൾജി കാറുകൾ ഒരുവൻ മുതലാളി, ഉലകിൽ മറ്റവൻ തൊഴിലാളി. അങ്ങനെയാണെന്നാണല്ലോ ഇത് പ്രമാണം അല്ലേ? അപ്പൊ ഗൈസ് നമ്മള് ലേബേഴ്സ് ഡേ ആയതുകൊണ്ട് ഇന്ന് കമ്പനി അവധിയായിരുന്നു. അപ്പൊ അത് കാരണം വൈകുന്നേരം നേരം ആലപ്പുഴയ്ക്ക് പോവാന്ന് വിചാരിച്ചു. വേറെ കാര്യമായിട്ട് ഗൈസ്, വേറൊന്നുമല്ല, ജോസാബിയുടെ ബർത്ത്ഡേ ആണ് ഗൈസ് നാളെ. എനിക്ക് 26ാമത്തെ വയസ്സാകാൻ പോവുകയാണ്. അതെ, എനിക്കാണ് ഗൈസ്. ജോസാബിക്കല്ല, ജോസാബിക്ക് 26ന്റെ കൂടെ ഒരു 26 കൂടെ ചേർക്കുമ്പോ കിട്ടുന്ന ആൻസർ ആണ് ഗൈസ് ജോസാബിയുടെ വയസ്സ്. എന്താന്ന് വെച്ചാല് നമുക്ക് അതൊന്നുമല്ലെന്ന് കേക്ക് പറയുന്നത്, നമ്മൾ ഈ പ്രായമൊക്കെ നമ്പേഴ്സ് മാത്രമാണ്. നമ്മുടെ മൈൻഡ് സെറ്റ് സ്റ്റില്ലായിട്ടിരിക്കുക എന്നുള്ളതാണ്. നമ്മള് പ്രായം കൂടുന്തോറും നമ്മുടെ സ്വഭാവത്തിലുള്ള ഒരു ചെറുപ്പം ഇങ്ങനെ നമ്മൾ കുറച്ചുകൊണ്ടിരിക്കുകയാണ്. അതല്ല, നമ്മൾ ചെറുപ്പം നിലനിർത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഏജ് ഒക്കെ ഒരു നമ്പർ. എനിക്കും മറ്റേ മമ്മൂട്ടിക്കൊക്കെ അതുപോലെ ജസ്റ്റ് നമ്പർ എന്നാണല്ലോ പറഞ്ഞാല് നമ്മുടെ കറക്റ്റ് പ്രായം അറിഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ഞെട്ടിപ്പോകും ഗൈസ്. അപ്പൊ അങ്ങനെയാണ് ഗൈസ്. നമ്മള് പ്രായം കൂടുന്നൊന്നും കാര്യമാക്കേണ്ട കാര്യമില്ല. നമ്മളിങ്ങനെ എപ്പോഴും യങ്ങായിട്ടിരിക്കുക. നമുക്ക് അതിന് ഉദാഹരണമായിട്ട് പറയണെന്നാണ് മമ്മൂക്കയാണല്ലോ പൊതുവെ മലയാളികൾ പറയുന്നത്. നമ്മള് വളർന്നു വരുന്ന ഒരു മമ്മൂട്ടിയാണ് ഗൈസ്. ഞാൻ മമ്മൂട്ടി ഫ്രം മീശ ഗൈസ്. അതെ. അപ്പൊ എന്തായാലും നേരെ ആലപ്പുഴയ്ക്ക് പോവാണ്. നാളെ എന്താ പറയാ, ജോസാടെ ബർത്ത്ഡേ ആകുന്ന ഈ സാഹചര്യത്തിൽ നമ്മൾ ജോസാബിക്ക് വേണ്ടി ഡ്രസ് എടുക്കാൻ പോവാണ് ഗൈസ്. ഡ്രസ് എടുക്കാന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ഷർട്ട് എടുത്താൽ മതി. ജസ്റ്റ് ഒരു ഷോപ്പിംഗ് ഗൈസ്. അപ്പൊ നാളെ നമുക്ക് ഞങ്ങള് ഷോറൂമിൽ നാളെ സാറ്റർഡേ ആയിട്ട് കളർ ഡ്രസ്സാണ്. സ്കൂളിൽ ബുധനാഴ്ച കളറാന്ന് പറയുന്ന പോലെ ഞങ്ങളുടെ ഷോറൂമില് ശനിയാഴ്ച കളറാണ്. അപ്പൊ എന്തായാലും ഒരു ഷർട്ട് എടുക്കണം. പിന്നെ ജസ്റ്റ് ആലപ്പുഴ ഒരു ഷഡി എടുക്കുന്നതായിരിക്കും ഗൈസ്. പിന്നെ വേറെ കാര്യമുണ്ടോ, ആലപ്പുഴയിൽ കുറെ കടകളൊക്കെ വന്നിട്ടുണ്ടല്ലോ. അതെ അതെ അതെ. അപ്പൊ നമുക്ക് അതിനകത്ത് കയറി നോക്കാം. അവരുടെ ഷോപ്പ് മറ്റേ നമ്മുടെ ഈ എന്താ പറയാ, നമ്മുടെ ഇവിടെ കടയുടെ പേരെന്തായിരുന്നു? അല്ല, നമ്മള് സ്റ്റുഡിയോ എന്നൊക്കെ പറയുന്നത്. സ്റ്റുഡിയോ, സ്റ്റൈൽ യൂണിയൻ, പിന്നെ വേറെ ഏതാണ്ട് ഒരു ഷോപ്പും കൂടി നമ്മുടെ തിരുവമ്പാടി അവിടെ എങ്ങാണ്ട് വന്നിട്ടുണ്ട്. അതും കൂടെ നമുക്ക് ചെക്ക്ഔട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് അവിടെ നിന്ന് മേടിക്കത്തൊന്നുമില്ല. നമ്മളെപ്പോഴും ആസ് യൂഷ്വൽ ഞങ്ങള് മേടിക്കുന്ന കട ആലപ്പുഴ മുല്ലക്കലുണ്ട്, മേടിക്കുന്നുള്ളൂ. അപ്പൊ എന്തായാലും കയറി നോക്കിയിട്ട് വരാം അല്ലേ? ഓക്കെ ഗൈസ്. പിന്നെ ആലപ്പുഴ ഒന്ന് കറങ്ങാം, വൈകുന്നേരം ഈവനിങ് അല്ലേ, എക്സ്പ്ലോർ. പിന്നെ അപ്പൊ എന്തായാലും നമുക്ക് നേരെ ആലപ്പുഴയ്ക്ക് പോയിട്ടാണ്. ഓക്കെ ഗൈസ്. അതുപോലെ നമ്മുടെ നാഷണൽ ഹൈവേസ് ഒക്കെ റെഡിയായി അല്ലേ ജോസാബി? സർവീസ് റോഡായിരുന്നു ഗൈസ്. ജീവൻ മരണ പോരാട്ടമായിരുന്നു. റോഡൊക്കെ റെഡിയായി ഗൈസ്. വലിയ വണ്ടിയിലൊക്കെ പോണേ കുഴപ്പമില്ല. പക്ഷെ കാരണം ബൈക്കിലൊക്കെ പോകുന്നവരൊക്കെ സൂക്ഷിച്ചില്ലെങ്കിൽ അമ്മ ഇടിച്ച് തോട്ടിലിട്ടേക്കും. അതെ, തോട്ടിലിടും ഗൈസ്. അത് കഴിയുമ്പോ നേരെ സർവീസ് റോഡ്. അതെ. എന്തായാലും നമ്മുടെ നാഷണൽ ഹൈവേ ഇങ്ങനെ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിങ്ങനെ മേളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. നോക്കൂ, ഇത് അവിടെ ചെന്ന് ഇറങ്ങാൻ പറ്റുമോ? അതെ അതെ, ഇറങ്ങാൻ പറ്റും ഗൈസ്. അവിടെ പണിയൊക്കെ നടക്കുന്നല്ലോ. ഇല്ല ഒരു കുഴപ്പമില്ല. കൊള്ളാലടാ, റോഡ് ഡെവലപ്പ് ആകുന്നതോടെ നമ്മുടെ യാത്രയും കാര്യങ്ങളും വിപുലീകരിക്കുന്നോണ്ട് നമുക്ക് അല്ലെ സഞ്ചാര യോഗ്യമായിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് നാഷണൽ ഹൈവേ. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ആൾക്കാരെ ഓപ്പോസിറ്റ് കണ്ട് ഇങ്ങനെ ചിരിച്ച് ഇങ്ങനെ സ്വല്ലൊക്കെ കാണിച്ചു പോകായിരുന്നു. അതെ അതെ അതെ. ഇപ്പൊ ഹൈഡാന്ന് പറയാൻ പോലും പറ്റത്തില്ല ഗൈസ്. ഇപ്പൊ അങ്ങോട്ട് പറഞ്ഞ പോലെ ഹൈവേ അങ്ങോട്ട് സത്യം പറഞ്ഞാൽ ഇത് കറക്റ്റ് പറഞ്ഞ പ്രോപ്പർ ഒരു ഇതല്ല. ഇത്രയും വീതി ഒന്നും പോരുന്ന ഒരു സ്ഥലത്തിന്റെ ഈ പരിമിതിയൊക്കെ കൊണ്ട് ഇങ്ങനെ കുറച്ച് നോക്കിയാൽ ഇപ്പോഴും ഹൈവേയുടെ നടക്കുന്നത്, മാർക്കറ്റൊക്കെ ഹൈവേയുടെ നടക്കുന്നത്. അപ്പൊ എന്തായാലും നടക്കട്ടെ, നിങ്ങൾ ഇവര് മാറ്റിക്കോളും അല്ലെ? ഡെവലപ്പ് ആകുമ്പോ അതിന്റെ നടുക്ക് വെച്ച് കച്ചവടം ഒന്നും നടത്താൻ പറ്റത്തില്ലല്ലോ ഗൈസ്. അതെ ഗൈസ്. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ വീണ്ടും ആലപ്പുഴയിലേക്ക്. വീണ്ടും ആലപ്പുഴയിലേക്ക്. One eternity later. ഗൈസ്, നമ്മള് ജോസാപ്പിക്ക് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റൈൽ യൂണിയനിൽ വന്നിരിക്കുകയാണ് ഗൈസ്. സ്റ്റൈൽ യൂണിയൻ ഗൈസ്.
നമ്മളിവിടുന്ന് ഡ്രസ് ഒന്നും എടുക്കത്തൊന്നും ഇല്ല, അത് വേറെ കാര്യം. അതെ, നമ്മൾ ചുമ്മാ ഗെറ്റ് റെഡി വിത്ത് ജോസാപ്പി എന്ന് പറയുന്ന പോലെ അല്ലേ, ഷോപ്പ് വിത്ത് ജോസാപ്പി ആണ് ഗൈസ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത്. ആണുങ്ങളെയാണ് പെണ്ണുങ്ങളെയാണ്? എല്ലാവരുടെയും കാണും, നോക്കാം. യൂണിസെക്സ് ആണ്. യൂണിസെക്സ് ആണെന്ന് തോന്നുന്നു. സെക്സ് ഉണ്ടോ? സോറി, ഒരു ഗ്യാപ്പ് കണ്ടപ്പോ ഗോൾഡിക്കാൻ നോക്കിയതാ. യൂണിസെക്സ് ആണ്. സെൻസെക്സ് എന്ന് പറയുന്ന യൂണിസെക്സ് ആണ് ഗൈസ്. അപ്പൊ നമ്മള് ഷോപ്പ് ചെയ്തിട്ട് വരാം ഗൈസ്. ഓക്കെ, വണ്ടിക്കകത്ത് നിന്ന് ഇറങ്ങി നമ്മൾ ജോസാപ്പിയാണ്. സാപ്പി, എന്താണ് സ്റ്റൈൽ യൂണിയനെ പറ്റി പറയാനുള്ളത്? എന്താണ് യൂണിയനിലൊന്നും നമ്മൾ കയറത്തൊന്നുമില്ല. നമ്മൾ സാധാരണ ചെറിയ കടകളിലൊക്കെ കയറിയിട്ടല്ലേ ഡ്രസ്സ് എടുക്കുന്നത്. ആണോ? പോസ് ചെയ്ത് എന്തിനാ പോസ് ചെയ്യുന്നത്? എന്റെ മുടികാരല്ലേ? ഇല്ല. അപ്പോൾ നമ്മൾ നേരെ സ്റ്റൈൽ യൂണിയനിലേക്ക് വന്നിരിക്കുകയാണ്. ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. ചേച്ചി, നീ ഇങ്ങനെയുള്ള കടകളിലൊക്കെ കയറിയിട്ടുണ്ടോ? ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഗൈസ്. നമ്മൾ ഓൺലൈനിലും മറ്റേ ഇ കോമേഴ്സ് സൈറ്റിൽ നിന്നൊക്കെ അല്ലേ എടുക്കും. ഫസ്റ്റ് ടൈം. വേറൊരു കാര്യമുണ്ട് ഗൈസ്, നമ്മളിവിടുന്ന് ഡ്രസ്സ് എടുക്കാനൊന്നും പോകുന്നൊന്നുമില്ല. ഒന്ന് കയറി നോക്കിയിട്ട് വരാം. എടാ, മെൻസിൻ്റെ ഒക്കെ അവിടെ അല്ലേ? ഇതല്ലേ? ഇവിടെ ഒക്കെ ഉണ്ടല്ലോ. പാർട്ടി വെയറല്ല, നാളെ ബർത്ത്ഡേ ഇതല്ലേ, അപ്പൊ പിന്നെ പാർട്ടി വെയർ എടുക്കും അല്ലേ? അപ്പോൾ നമുക്കൊരു പണി ചെയ്യാം. നമുക്ക് ജസ്റ്റ് ഞങ്ങൾ നോക്കിയിട്ട് വരാം അല്ലേ? അല്ല, നമുക്ക് ആ വീഡിയോ എടുത്ത് കഴിഞ്ഞാൽ അല്ലേ? നീ ഡ്രസ്സ് എടുക്കുന്നുണ്ടോ? നമുക്ക് നോക്കാം. എനിക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം. ഇതെന്തുവാണ് ഇത്? മൊത്തത്തിൽ ഭയങ്കര വലിയ സൈസൊക്കെ ആണല്ലോ. എല്ലാ സൈസും ഉണ്ടോ? എല്ലാ സൈസും ഉണ്ടായിരിക്കും. നോക്കാം. ഞങ്ങളൊന്ന് നോക്കട്ടെ, അല്ലെങ്കിൽ പിന്നെ വീഡിയോയും നടക്കത്തില്ല. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് നോക്കിയിട്ട് വരാം. ഓക്കെ. ഷർട്ട് ഇത്ര സുഖമില്ലെന്ന് തോന്നല്ലേ? ജീൻസൊക്കെ ഒത്തിരി ഉണ്ടെന്ന് തോന്നല്ലേ? ഗൈസ്, നമ്മുടെ ജയ്സാപ്പി തപ്പുവാണ്. ആരെ? ജീൻസിന്. ജീൻസിന്റെ ഒക്കെ വർണ്ണാഭമായിട്ടുള്ള ശേഖരമാണ്. ഇത്ര കേൾക്കാമല്ലോ, ഒച്ചത്തിൽ പറ. ജീൻസ് ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട്. അതൊന്നും എടുക്കല്ല, അത് ഇപ്പം തന്നെ നിറച്ചിരിക്കുകയാണ്. അതിപ്പോൾ ഒരു ദിവസം ഒരാഴ്ച ഇട്ട് കഴിയുമ്പോഴേക്കും. നീ ബ്ലാക്ക് വേണമെന്നല്ലടാ പറഞ്ഞത്? ഇത് മറ്റേ ഇതല്ലേ, ട്രാക്ക് പാൻ്റാണോ? നിക്കർ എടുക്കാൻ പോകണോ? പാൻ്റ് എടുക്കാൻ വന്നിട്ട് ജീൻസ്. എടാ, ഇതിനകത്ത് ഇവിടുത്തെ ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം വേറൊരു ടൈപ്പ്. നമ്മൾ സാധാരണ നോർമലി ഉപയോഗിക്കുന്ന സൈസ് ഷർട്ടല്ല അല്ലേ? അതെ. എല്ലാം ഇവിടെ നമുക്കല്ല. ഈ ഒരു കട്ടിങ്ങിന് എന്തോ കട്ടിങ്ങിന് പറയുന്നത് സൈഡിൽ ഇതിപ്പോൾ ഇങ്ങനെ ഫ്ലാറ്റ് ആയിട്ടല്ലേ എല്ലാത്തിൻ്റെ? അതിൻ്റെ സൈഡിലെ കട്ടിങ് അല്ലേ? ഇതുണ്ട്. സോളിഡ് ടൈപ്പ് അല്ലേ? വേണ്ട, ഒറ്റ കളർ. അതല്ലല്ലോ, സോളിഡ് കളർ വേണമെന്നൊന്നുമില്ല. ഏതാടാ? ഇതാ, നമുക്ക് നമ്മുടെ കടയിലേക്ക് തന്നെ പോയാലോ? നമുക്ക് എന്താ പറയുക, ഈ സ്റ്റുഡിയോയിലും ഇങ്ങനെയുള്ള ഷോപ്പിലൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തോ ഒരു ഗുമ്പില്ല. നമ്മൾ നോർമലി എടുക്കുന്ന പോലത്തെ ഒരു ഡ്രസ്സ് അല്ലെന്നൊക്കെ തോന്നല്ലേ? വേറൊരു പാറ്റേൺ ഒക്കെയാണ് ഡ്രസ്സിന്. അതെ. അതെന്താ അങ്ങനെ വരുന്നത്? അതിപ്പോ എന്നോട് ചോദിച്ചു ഞാനെന്ത് പറയാനോടല്ലേ ചോദിക്കണ്ടേ? അല്ല, നമ്മളെ സാറിന് ഇപ്പം നീ വെയർ ചെയ്തിരിക്കുന്നുണ്ടോ? നോക്കിയേ, കേട്ടോ കാണിച്ചേ. ഇതുണ്ട്, ഈ ഒരു ടൈപ്പ് ഡ്രസ്സല്ല വരുന്നത്. കുറച്ച് ന്യൂ ജനറേഷൻ ടൈപ്പ്. ഈ മറ്റേ എന്തോ അതിന് പറയുന്നത് ഓവർ സൈസ്. എന്തോ ഈ കൈ ഈ കൈ ഇത് മനസ്സിലായി, ഹാഫ് സ്ലീവിന്റെ ഇത് കുറച്ച് മോഡേൺ ടൈപ്പ് ക്ലോത്തിങ് ഒക്കെ വരും. പക്ഷെ എനിക്ക് എന്തായാലും ഇവിടുന്ന് ഞാൻ മുമ്പ് വന്ന് കയറിയിട്ടുള്ള, പക്ഷേ എന്തോ ഒരു മുമ്പ് തോന്നിയിട്ടില്ല. നമ്മളത് മേടിച്ചങ്ങോട്ട് ഇടുക. അത് ഈ കുറച്ച് ജെൻസി ടൈപ്പ് അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ വേണ്ടിയിട്ട്. ഓക്കെ, സ്റ്റൈൽ യൂണിയൻ. അപ്പോൾ ഞങ്ങൾ വീണ്ടും വരാം. അപ്പോൾ ഞങ്ങൾ നേരെ നമ്മുടെ ഷോപ്പിലേക്ക് പോയിട്ട് വരാം. ഓക്കെ. നമുക്ക് കുറച്ച് കൂളായിട്ട് ഒന്ന് എടുക്കാം അല്ലേ? അപ്പോൾ ഓക്കെ, ബൈ. അപ്പോൾ നമ്മുടെ സ്റ്റുഡിയോയും സ്റ്റൈൽ യൂണിയനും ഒക്കെ ഇവിടെയാണ് നോക്കൂ. നമ്മൾ ഡ്രസ്സ് എടുക്കുക. നമ്മുടെ മെൻസ് വെയറിൻ്റെ കടകളാണ് ഈ കാണുന്നതല്ല. നമുക്ക് രണ്ട് സൈഡിൽ. അപ്പോൾ നമ്മൾ
മിക്കപ്പോഴും ഇവിടെ വന്ന് എടുക്കും. ഇവിടെ വന്ന് എടുക്കുമ്പോൾ കുറച്ച് കൂളായിട്ടൊക്കെ എടുക്കാം അല്ലേ സാർ? അത് കൂളായിട്ട് എടുക്കാം. ഒത്തിരി വലിയ കടയൊന്നുമില്ല, ചെറിയ കടയാണ്, ഫ്രീ ആയിട്ടൊക്കെ നിന്ന് എടുക്കാം. അപ്പോൾ ഞങ്ങളൊന്ന് നോക്കട്ടെ ഇങ്ങനെ ഉണ്ടല്ലോ. അപ്പോൾ അത് നമ്മൾ ഉദ്ദേശിക്കുന്ന ജോലി കുറേ ഇങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ട്, അതിങ്ങനെ ഡിസ്പ്ലേ ചെയ്തിട്ടേക്കും. റേറ്റും കാര്യങ്ങളൊക്കെ സെയിം തന്നെ അല്ലേ? 600 രൂപ 700 രൂപ റേറ്റൊക്കെ തന്നെ ഇവിടെ ഇല്ല. ഇതാണോ ഈസ് പറയുന്നത്? ഈ ഷർട്ട് കൊള്ളാമെന്നാണ്. ഏതാണ് നോക്കിയേ, നോക്ക് ആണോ? മേടിക്കണോ? ക്യാപ്പാ? ക്യാപ്പ് മേടിക്കണമെന്ന് പറഞ്ഞു. നോക്കട്ടെ നോക്കട്ടെ. പക്ഷെ ഇതൊരു ഇതായിട്ട് ഇരിക്കുന്നല്ലോ, ചുളുങ്ങിയിരിക്കുന്നു. ഗൈസ്, നമ്മൾ പൊതുവെ കൗബോയ്സിൽ നിന്നാണ് ഡ്രസ്സ് എടുക്കാറുള്ളത് അല്ലേ? എന്തായാലും അങ്ങനെ നമുക്ക് പ്രത്യേകമൊന്നുമില്ല. നമുക്ക് ഇഷ്ടപ്പെട്ട കടയിൽ ഈ പറയുന്ന പോലെ ഇവരിങ്ങനെ ഡിസ്പ്ലേ ചെയ്തിടും. അപ്പോൾ ആദ്യം ഞങ്ങളിങ്ങനെ നോക്കും ഡ്രസ്സ് ഏത് നല്ലത് ഡിസ്പ്ലേ ഇട്ടിട്ടുണ്ടോയെന്ന് നോക്കിയിട്ട് എടുക്കും അല്ലേ സാർ? അങ്ങനെയല്ലേ? അങ്ങനെയാണ് ഞങ്ങളുടെ പരിപാടി. പിന്നെ ജെയ്സൺ, അപ്പോൾ ആ കാണുന്ന ഷർട്ട് നീ അങ്ങോട്ടാണ് തള്ളിക്കറി വരുന്നത്, അങ്ങോട്ട് ഇറങ്ങിക്കടാ. ആ ഷർട്ട് ഇഷ്ടപ്പെട്ടെന്നാണ് പറയുന്നത്, പക്ഷെ അത് എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല. സൈസ് ലാർജ് ഉണ്ടാവുമോ? ആ പുറത്തിട്ടിരിക്കുന്ന ഡിസ്പ്ലേ ഇത് ലാർജ് ആണോ അതിൻ്റെ? ആ ലാർജ് മതി, ലാർജ്. സാധാരണ നമ്മൾ ഈ ബാർബിക്യൂ സംവിധാനം പ്രൊവൈഡ് ചെയ്യാറാണ് പതിവ്. ഷാജിയേട്ടൻ ആയതുകൊണ്ട് 1000 രൂപ എക്സ്ട്രാ വേണം. അത് നല്ലതാ, പരിചയമുള്ളവരെ തന്നെ ഉഞ്ചിക്കുന്നത് നല്ലതാ ഇല്ലടാ. ഇത് ലാർജാണോ? ഇത് കോട്ടൺ അല്ലേ? ഈ സ്മോൾ അല്ലേ? അപ്പോൾ ഇത് ഏത് മെറ്റീരിയൽ? പോളിസ്റ്റർ മറ്റേ കോട്ടൺ മിക്സ് ആണ്. അപ്പോൾ കളർ ഒത്തിരി പോകത്തില്ല കേട്ടോ. അത് കിടക്കുന്ന ലാർജാണോ? അപ്പോൾ ലാർജ് അത് കൊള്ളാടാ, ആ ഷർട്ട് എടുക്കും. അത് മതി. നീല കുറച്ച് ഇരുണ്ടാവും. ഇത് കൊള്ളാം, ഇത് കുറച്ച് ബ്രൈറ്റ് കളറ്. ഇത് കൊള്ളാം, പക്ഷേ കുറച്ച് ഇരുണ്ട് പോകും അല്ലേ? അതെടുത്ത തുറന്നു. അത് കൊള്ളാമല്ലോ, ബ്രൗൺ. പക്ഷെ ഇതാ കുറച്ചും കൂടെ റിച്ചെന്ന് തോന്നുന്നു. ഇത് കൊള്ളാടാ, നല്ല ഷർട്ടല്ലേ? അതും കൊള്ളാം, പക്ഷെ അതൊരു ബ്രൗൺ ഇതിൻ്റെ അത്ര ഒരു ഇതില്ല അല്ലേ? ഇതിൻ്റെ ലാർജ് ഉണ്ടല്ലോ. അവിടെയൊക്കെ പോയിട്ട് ഇങ്ങോട്ടാണ് വന്നത്. അത് കുറച്ചൊരു മോഡേൺ, കുറച്ച് ജെൻസി സെറ്റപ്പ് സംഭവമല്ലേ? ഇങ്ങനെ ഒരു ഇതില്ല, ഫുള്ള് ഫ്ലാറ്റായിട്ട് കിടക്കുന്ന സംഭവം. സ്റ്റൈൽ യൂണിയനും മറ്റേ. പക്ഷെ ഒത്തിരി ആൾക്കാർ വരുന്നുണ്ടോ അല്ലേ? ലേഡീസിന് എനിക്കൊന്നും കുറെ കളക്ഷൻ ഉണ്ടെന്ന് തോന്നുന്നു. ജെൻസിന് കുറച്ച് സോളോ എനിക്ക് അത് തന്നേരും. ഡിസ്കൗണ്ട് എന്താണ്? വേറെ ജീൻസ് എല്ലാം മേടിക്കണം. കൊള്ളാം, ഇത് നല്ല രസമുണ്ട്. ഇത് പോളിസ്റ്റർ ആയതുകൊണ്ട് ഇത് കളർ പോകത്തില്ല അല്ലേ? അത് കൊള്ളാം. ഇത്ര ഇത് ഈ ബ്രൗണിനെക്കാട്ടും കൊള്ളാമല്ലേ? ബ്രൗൺ അല്ലേ? കൊള്ളാടെ. ലാർജ് പറഞ്ഞു കൊള്ളാം. ഈ ഷർട്ടിൻ്റെ കൂടെ അല്ല, ഷർട്ടല്ലേ, ജീൻസ് അല്ലേ? ഇല്ലില്ല, കൊള്ളാം. ഇന്ന് ഇട്ട്
ചേട്ടൻ്റെ മറ്റേ ഇതുണ്ടോ, മറ്റേ യമഹയുടെ ടീഷർട്ട് ഉണ്ടോ മറ്റേ പുറത്ത് കിടക്കണ ഇല്ലല്ലേ? നമ്മളിത് സെലക്ട് ചെയ്ത് ഗൈസ്. നമ്മളെ ബർത്ത്ഡേ പോയാണ്, അതിന് ഷോപ്പിംഗ് ആണ്. നമ്മളെ ബർത്ത്ഡേ ബ്ലാസ്റ്റ് ഉള്ള കുറയ്ക്കാനുള്ള അതെ 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 മനുഷ്യരുടെ ഒരു സ്വഭാവം. അതെ ഗൈസ്. നമ്മൾ ജോസാപ്പിക്ക് വേണ്ടിയിട്ടുള്ള ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഡ്രസ്സ് എടുത്തിട്ടുണ്ട് ഗൈസ്. നമ്മളൊരു ജസ്റ്റ് ഷോപ്പിംഗ് ആയിരുന്നു കേട്ടോ. അല്ല നമുക്ക് നാളെ ബർത്ത്ഡേ അല്ലേ, അപ്പോൾ എന്തായാലും ഒരു പുതിയൊരു ഡ്രസ്സ് ഒരു ഷർട്ട് ഇട്ടേക്കാന്ന് വെച്ചു. അല്ല അതുപോലെ ഒത്തിരി ഡ്രസ്സുകളൊന്നും വാരിക്കൂട്ടി മേടിച്ചില്ല. പിന്നെ ജെയ്സിന് പോയി ജോസാപ്പി ആയാണ് നമ്മൾ ചെറിയ ഷോപ്പിംഗ് നടത്തുന്നുള്ളൂ. ജെയ്സിനൊരു കുറച്ച് മതി, കുഴപ്പമില്ല. ജെയ്സിനൊരു ജീൻസൊക്കെ ജെയ്സ് എപ്പോഴും മേടിച്ച് കൂടുന്ന വീട്ടിൽ അല്ലേ എന്തോരം എടുക്കത്തുള്ളൂ. മിന്ത്ര അല്ലെങ്കിൽ ഇ കൊമേഴ്സ് വെബ്സൈറ്റ്. ഞാനിട്ടിരിക്കുന്ന ഷർട്ടിന് എന്തോ ഇത് ഞാനിട്ടിരിക്കുന്ന ഷർട്ടിന് എന്താ ഷർട്ടിന് 100-200 രൂപ കണ്ടുള്ളൂ. നല്ല കൊള്ളത്തില്ല ലുക്കല്ലേ കൊള്ളാനുള്ള. എടാ ഇത് എങ്ങനെയാണെന്നറിയാം, നമ്മൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സിൻ്റെ റേറ്റ് അതിൻ്റെ എത്ര പറയുന്ന പോലെ ഭയങ്കര ബ്രാൻഡഡ് ആയിട്ടുള്ള ഡ്രസ്സ് ഇടുക എന്നുള്ളത് നമ്മുടെ ബോഡി സെറ്റാക്കി വയ്ക്കുക എന്നുള്ളതാണ്. അതെ, മസ്കുലർ ലുക്ക് ആയിരിക്കണം നമ്മൾ. നമ്മുടെ എന്താ ഫിസിക്ക് അടിപൊളിയാണെങ്കിൽ ഏത് ഡ്രസ്സും നമുക്ക് ചേരുമെന്നുള്ളതാണ്. അതെ ഗൈസ്, അത് മനസ്സിലായി. നമ്മുടെ ഫിസിക്ക് ശരിയല്ല, നമ്മളിപ്പോൾ ഒത്തിരി കോസ്റ്റ്ലി ആയിട്ടുള്ള ഡ്രസ്സ് മേടിച്ചിട്ട് കാര്യമില്ല. അതെ ഗൈസ്, അതേപോലെ 6 പാക്ക് ആക്കി ഇങ്ങനെ ഇങ്ങനെ ചൊട്ടിച്ച് പിടിച്ചാൽ മതി, കുഴപ്പമില്ല. ഓക്കെ അല്ലേ, സെറ്റല്ലേ? ചൊട്ടിച്ച് എന്ത് പിടിക്കുക, വയറല്ലേ? അതെ, അങ്ങോട്ട് വെട്ടം കാണത്തില്ലല്ലോ, ഇരുട്ടായിരിക്കും. എങ്ങോട്ട് കാണിക്കേ? ഈ സ്പെക്സ് വെച്ചിരിക്കുന്നുണ്ടല്ലേ? അതെ 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 ഗൈസ്. അപ്പോൾ നമ്മൾ നോട്ടെ നിന്റെ ഇത് നോക്കട്ടെ. ഞാൻ ലുക്കല്ല, ഞാൻ എന്ത് ചെയ്യാനാ? പൊള്ളിച്ച് നീ ഇവിടെ വല്ല ഇങ്ങോട്ട് ഇങ്ങനെ നിൽക്കണം അല്ലേ? അപ്പോൾ ലുക്കായി. 6 പാക്ക് ഒക്കെ ഉള്ളേ കിട്ടുക. ഇതാണ് ഡ്രസ്സാണ് ഗൈസ്. അപ്പോൾ കട്ട് ചെയ്യല്ലോ, നേരെ 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 കാണുന്നില്ല. പൊളിച്ച് പൊളിയാണ്. കപൂറിന്റെ മറ്റേ ഇതാണ് ഷാഹിദ് കപൂർ ഫ്രം മീഷോ ഗൈസ്. മമ്മൂട്ടി ഫ്രം നാപ്റ്റോൾ ആണ് മീഷോ. നമ്മുടെ ഷോപ്പിംഗ് ലോ ബഡ്ജറ്റ് മമ്മൂട്ടിയാണ് ഗൈസ്. ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് നേരെ ഒന്ന് ബീച്ചിലേക്ക് പോകണം. പക്ഷേ ബീച്ചിൽ ഒരു എന്താ പറയുക വാട്ടർഫോൾസ് അതിൻ്റെ സാധനമായിട്ട് വാട്ടർഫോൾസ് ഒക്കെ പോയെന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല. ഇപ്പോൾ നമ്മൾ ഈ ഡ്രസ്സ് എടുത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുല്ലക്കലാണ്. മുല്ലക്കൽ എന്ന് പറഞ്ഞ ഒരു ഷോപ്പിംഗ് ഏരിയ ആണ്. പക്ഷേ ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ പ്രധാന പ്രശ്നം വെച്ചാൽ നമുക്ക് വണ്ടി റോഡ് സൈഡിലൊന്നും പാർക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ നമുക്ക് പാർക്ക് ചെയ്യാനായിട്ട് നമുക്ക് ക്യാഷ് കൊടുത്ത് പാർക്ക് ചെയ്യണം. കണ്ട, പാർക്കിങ് ഇല്ലയെന്ന് പറയുന്നില്ല, പക്ഷെ ക്യാഷ് കൊടുക്കണം. അതെ, അതുപോലെ തന്നെ ബീച്ചിലേക്ക് വന്നു കഴിഞ്ഞാലുള്ള പ്രധാന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കുറച്ച് പറയുന്നല്ല ബ്ലോക്ക്, ഈ ട്രാഫിക് പ്രശ്നം ഉണ്ട് അല്ലേ? ട്രാഫിക് ആണ് നമ്മൾ വണ്ടിയായിട്ട് ബീച്ച് റോഡിലോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താ പറയുക, നമുക്ക് ഓക്കെ അല്ലേ? ഓക്കെ, നമുക്ക് അവിടെ വണ്ടി കൊണ്ട് പോയി കഴിഞ്ഞാൽ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോകും. അപ്പോൾ അതുകൊണ്ട് കുറേ ദിവസങ്ങളായിട്ട് ഞാനും മമ്മിയും ജെയ്സൊക്കെ ആയിട്ട് കഴിഞ്ഞിടയ്ക്കൊക്കെ പോയിട്ട് നമുക്ക് അവിടെ കയറാൻ പറ്റും. വലിയ സംഭവമൊന്നും അല്ല, എങ്കിലും ഒന്ന് ജസ്റ്റ് കയറി കണ്ടു നോക്കാമെന്ന് ഓർത്തായിരുന്നു. അപ്പോൾ എന്തായാലും ഞങ്ങളൊന്ന് അങ്ങോട്ട് ചെന്നിട്ട് നീ എങ്ങനെയുണ്ട് നിൻ്റെ ആ ഒരു എന്താ വാട്ടർഫോൾസാ? കുളിച്ചാലോ? കാണട്ടെ, നല്ല അഭിപ്രായം പറയാൻ പറ്റത്തുള്ളൂ. നമ്മൾ ദൂരെ നിന്ന് വാച്ചിട്ടുണ്ട്, പക്ഷേ ഇപ്പം അടുത്തുനിന്ന് കാണാൻ പോവാണ്. കുളിച്ചാലോ? നോക്കാം കുളിക്കാം. ഞങ്ങൾ നേരെ ബീച്ചിലേക്ക് അല്ലട്ടെ. അപ്പോൾ ഓക്കെ ഗൈസ്, ലൈറ്റ് പോകുന്നു. പിടിച്ചോ ഗൈസ്. നമ്മുടെ സിഗ്മ ബോയ് ഇപ്പോൾ വേറെ ലെവലായി അല്ലേ സാർ? ഇവിടെ ഉണ്ട് ഗൈസ്, ഇവിടെ ഉണ്ട്, ഇപ്പോൾ ഉണ്ട്, എല്ലാം ഉണ്ട്, പേടിക്കണ്ട. എല്ലാം ഉണ്ട്, ഒരാളൊഴികെ. അപ്പോൾ ഓക്കെ ഗൈസ്, ഇതാണ് ഗൈസ് നമുക്ക് മറ്റേ സംഭവം ഇത് കണ്ടത് വാട്ടർഫോൾസ് ആണ്. ഇത് നമ്മൾ സീരിയസ്, നമ്മൾ ബീച്ച് ഫസ്റ്റ് ആ ഡിസംബർ ഒക്കെ ആകുമ്പോൾ കാണുന്ന സാധനമല്ലേ? വാട്ടർ മറ്റേ വെള്ളം ഒഴുകുന്നുണ്ട്, കാണുന്നത്. ആ നോക്കാത് വെള്ളം ഒഴുകുന്നു ഗൈസ്, വെള്ളം ഒഴുകുന്നു ഗൈസ്. പക്ഷെ വേറെ കാര്യമുണ്ട്, ഇവിടെ കൊണ്ട് കാറുണ്ട്. നോക്കാം
ഗൈസ് അപ്പൊ ഞങ്ങള് നേരെ ബീച്ചിലേക്ക് പോയത്. നിങ്ങൾ കണ്ടായിരുന്നല്ലോ, ബീച്ചിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ വണ്ടി ഒന്നും ഇടാനായിട്ടൊന്നും സ്ഥലമില്ല. ഭയങ്കര തിരക്കാണ്. ഇപ്പൊ ഇന്നിപ്പോ ഫ്രൈഡേ ആണ്, ഈ വണ്ടി ഇടാൻ പറ്റുന്നില്ല. അതാണ് നമുക്കൊരു ഇന്ന് ഫ്രൈഡേ ആയിട്ടും അവിടുത്തെ തിരക്കിന് ഒരു കുറവില്ല. എന്താ വെച്ചാൽ കാരണം അറിയാമോ, അവിടെ മറ്റേ ഇതല്ലേ നമ്മുടെ അവധിയല്ലേ, അവധിയായോണ്ട് എല്ലാരും വരും. ഇന്ന് സ്കൂളുകളെല്ലാം ഇപ്പൊ കാർ ഇടാൻ പറ്റുന്നില്ല ഗൈസ്. കാർ ഇടാൻ പറ്റുന്നില്ല എന്നൊന്നും അല്ല, കാർ ഇടാനൊക്കെ പറ്റും. പക്ഷെ കാർ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ കുറെ നടക്കണം. അപ്പൊ അതിന് നടന്നു പോയി കഷ്ടപ്പെട്ട് മറ്റേ വാട്ടർഫോൾ അത്ര വിഷമം ഞങ്ങൾക്ക് ഇല്ല. അപ്പൊ എന്തായാലും ഞങ്ങൾക്ക് വാട്ടർഫോൾ, അത് വാട്ടർഫോൾസ് കാണണമെന്നുണ്ടെങ്കിൽ റോഡിൽ നിന്ന് കാണുമ്പോൾ തന്നെ അറിയാം, ഇങ്ങനെ മേളിൽ നിന്ന് കുറച്ച് ലൈറ്റും ഇട്ട് വെള്ളം വേണേ കുളിക്കാം. പക്ഷെ നമ്മൾ കുളിക്കാനൊന്നും പ്ലാൻ ഇല്ലായിരുന്നു. നമ്മൾ നേരെ അത് ഷഡ്ഡി പോലെ ഇട്ടിട്ടില്ല, കുളിക്കാൻ പറ്റത്തില്ല ഗൈസ്. കണ്ടേച്ചും പോകുന്ന ഓർത്തായിരുന്നു. പക്ഷെ എന്തായാലും അവിടെ വണ്ടിയൊന്നും ഒതുക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഞങ്ങൾ തിരിച്ചു പോകുന്നു ഗൈസ്. അപ്പൊ എന്തായാലും ഞങ്ങള് നമ്മൾ അവിടെ നിന്ന് നേരെ തിരിച്ചിങ്ങോട്ട് പോരുമ്പോഴേക്കും ഇവിടെ ഒരു ഷേക്സ് ജംഗ്ഷൻ എന്ന് പറയുന്ന ഒരു ജ്യൂസ് കുടിക്കാൻ വന്നിരിക്കുകയാണ്. അവിടെ എല്ലാം ഉണ്ട്, സ്നാക്സ്. ഇവരാണ് മറ്റേ അന്ന് നമ്മൾ കഴിച്ചായിരുന്നല്ലോ ഒരു എന്താണ് മധുഹുദ് എന്നൊക്കെ പറഞ്ഞ സാധനം ആലപ്പുഴ. എനിക്കത് കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടില്ല. പറഞ്ഞാല് നമ്മൾ എന്താ പറയാ, പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. എന്തോ ഒരുമാതിരി ആയി. അതിനേക്കാളും നല്ല മന്തി, നമ്മുടെ മന്തി ഫേവറേറ്റ്സ്. അപ്പൊ എന്തായാലും ഞങ്ങള് ഷേക്ക് ജംഗ്ഷനിൽ നിന്ന് ജ്യൂസ് കുടിച്ചിട്ട് ഞങ്ങൾ പോവാണ് ഗൈസ്. ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവാണ്. നിർദ്ദേശം അനുമാനിച്ച് ഞങ്ങൾ ജ്യൂസ് കുടിക്കാൻ പോവാണ് ഗൈസ്. അപ്പൊ ഗൈസ് അപ്പൊ നമ്മൾ നേരെ ഞങ്ങൾ ഷേക്ക് ജംഗ്ഷനിൽ പോയിട്ട് ജ്യൂസ് കുടിച്ചിട്ട് ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ എന്തായാലും ഞങ്ങള് വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങിയതാണ്. നമ്മുടെ ചെറിയൊരു ബർത്ത്ഡേ വ്ലോഗ് പോലെ ചെയ്തായിരുന്നു ഗൈസ് അല്ലേ. അപ്പൊ ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഗൈസ് നിങ്ങൾ ലൈക്ക് ഒക്കെ ചെയ്യണേ, നിങ്ങൾ ലൈക്ക് ചെയ്യുന്നില്ല. ലൈക്ക് ചെയ്തേക്കണേടാ പൊന്നു മോനെ. സബ്സ്ക്രൈബ് ചെയ്തേക്കണേടാ പൊന്നു മോനെ. കമന്റ് ചെയ്യുന്നില്ല, ലൈക്ക് ചെയ്യുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. വീഡിയോ കാണുന്നില്ല. വീഡിയോ കാണുന്നില്ല. സബ്സ്ക്രൈബ് ചെയ്തില്ലേലും വേണ്ടില്ല, നിങ്ങൾ വീഡിയോ കാണണം. പ്ലസ് ഇഷ്ടമാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടുന്ന സബ് അടിച്ചേക്കണം ഗൈസ്, സബ്സ്ക്രൈബും ചെയ്തേക്കണം ഗൈസ്. അപ്പൊ ഓക്കെ ഗൈസ്, അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ. ഓക്കെ. എന്തോ വേണ്ട ജ്യൂസ്, നമുക്ക് ജ്യൂസ് ചോദിച്ചേ എന്തൊക്കെ ഉള്ളതെന്ന് ചോദിച്ചേ. മെനു ഉണ്ടോ? മെനു ചോദിക്കടാ. ചേട്ടാ ജ്യൂസ് എന്തോ ജ്യൂസ് അപ്പുറത്താണോ? ചോദിക്കടാ. ഗ്രേപ്പ് മതിയോ? ഗ്രേപ്പ് വേണം. അപ്പോൾ ഒരു ഗ്രേപ്പ് ഒരു പൈനാപ്പിളും പറ. എന്തായി? നമ്മുടെ പൈനാപ്പിൾ ജ്യൂസ് എത്തിയിട്ടുണ്ട്, ഒന്ന് കുടിച്ച് നോക്കട്ടെ. ചേഴ്സ്. എങ്ങനെയുണ്ടെന്ന് നോക്കി. എടാ ഇത് ഒന്ന് നോക്കിയേ, എങ്ങനെയുണ്ട്? കൊള്ളാമോ? കുഴപ്പമില്ല. നത്തിങ് റിയലി ഗുഡ്. ഞാൻ എന്റെ കരുത്ത് തെളിയിച്ചു കഴിഞ്ഞു. എനിക്ക് പേഴ്സണലി പറയുകയാണെങ്കിൽ വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല. ഇതടിപൊളി. ഏത് കുടിച്ചു ഭയങ്കര പുളി. പൈനാപ്പിൾ വെള്ളത്തിൽ ഞാൻ പറയാം ഗ്രേപ്പ് മേടിക്കാം. മധുരമില്ല. കലവലാദികൾ മധുരം ഇട്ടിട്ടുണ്ടോ? എവിടെ ചെന്നാലും ഈ അവസ്ഥയാണ് കഴിച്ച സ്വഭാവം. അതെന്താണ് ചെയ്ത അങ്ങനെ ഒരു വർത്താനം? സ്വഭാവം വെള്ളത്തിൻ്റെതാണ് പറയുന്നത്. എന്റെ സ്വഭാവത്തിന് എന്താ? എന്റെ സ്വഭാവം കൊള്ളത്തില്ലേ? ഞാൻ ലുക്കല്ലേ?
ലുക്കായിട്ട് കാര്യമില്ല, സ്വഭാവം ബെറ്റർ ആയിരിക്കണം, എന്നാലേ പെൺപിള്ളേർക്ക് ഇഷ്ടപ്പെടത്തുള്ളൂ. ഞാൻ എൻ്റെ സ്വഭാവം അടിപൊളിയാണ്, ലുക്കും അടിപൊളിയാണ്. പക്ഷേ ഇത് അടിപൊളിയാ ഗൈസ്. ജോസാപ്പി പറഞ്ഞ ജോസാപ്പിയുടെ കൊള്ളത്തില്ലെന്നാണ്. പക്ഷേ ഗൈസ് എനിക്കിത് ജോസാപ്പിയുടെ ജ്യൂസും കൊള്ളത്തില്ല, ജോസാപ്പിയും കൊള്ളത്തില്ല അല്ലേ? അതാണ് അല്ലാടാ. ചൂടായതുകൊണ്ട് പിന്നെ കുറച്ച് ഡൈജസ്റ്റ് ആവുമല്ലോ എന്ന് ഓർത്തത്. കാരണം ഉച്ചയ്ക്ക് ബീഫാണ് കഴിച്ചത്. അതെ ഗൈസ്, ബീഫാണ് കഴിച്ചത്. കാരണം കുറച്ച് അതെ അതെ അസിഡിക് അല്ലേ, ഫാറ്റ് റിഡക്ഷൻ അല്ലേ. ജോസാപ്പി തിക്ക് ഗായ് ആയതുകൊണ്ട് അല്ലേ? ഇതാണ് പൈനാപ്പിൾ കുടിക്കുന്നത്. ഗൈസ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇത് കുടിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ വീട്ടിൽ പോവാം. അപ്പോൾ ഓക്കെ ഗൈസ്, അടുത്ത വീഡിയോ കാണാം. അടുത്ത നാളെ ജോസാപ്പിയുടെ ബർത്ത്ഡേ ഒക്കെ ആണ് ഗൈസ്. The next day. അനങ്ങിക്ക കുഴപ്പമില്ല, അമ്മ കൂടെ എടുക്കാൻ Later that same evening. ഗൈസ്. അപ്പോൾ നമ്മുടെ ബർത്ത്ഡേ പ്രമാണിച്ചിട്ട് ജയ്സാപ്പി ഇന്ന് നമ്മൾ ഉച്ചയോടുകൂടി ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞുകൊണ്ട് ഗൈസ് ഫോട്ടോഷൂട്ട് ആലപ്പുഴ നമ്മൾ കനാൽ ഏരിയയിൽ വന്നിരിക്കുകയാണ്. ഇവിടെ കുഴപ്പമൊന്നുമില്ല, ഭയങ്കര പച്ചപ്പാണ്. പിന്നെ ഇടയ്ക്ക് പ്രതിമകളൊക്കെ ഉണ്ട്. അപ്പോൾ ആൾക്കാർ കുറേ പേര് കിളികളുടെ കളകലാരമൊക്കെ ഉണ്ട് ഗൈസ്. ഗൈസ് ഇവിടെ ആൾക്കാർ ഈ വന്നിങ്ങനെ റെസ്റ്റ് ഒക്കെ എടുക്കും. നമ്മുടെ ഈ ഫീൽഡ് വർക്കൊക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ വന്ന് റെസ്റ്റ് എടുക്കുന്ന ഒരു ഏരിയ. പിന്നെ കപ്പിൾസ് വരും. കപ്പിൾ ഗോൾസ് ഗൈസ്. കപ്പിൾസ് ഒക്കെ ഇവിടെ ഇരുന്നത്. ഇവിടെയൊക്കെ പെയിന്റ് ഒക്കെ പോയിരിക്കും. നോക്കൂ ഗൈസ്. അതെ അതെ, ഇത് ഭിത്തിക്ക് വരെ തുളയിട്ട് ഗൈസ്. നീ ഇതുപോലെ ഇവിടെ ആയിട്ട് വന്നിരിക്കാറുണ്ടോ? ഗേൾഫ്രണ്ട് ഇല്ല. ഭിത്തിനെ വരെ ഡ്രില്ല് ചെയ്ത് ഗൈസ്. കണ്ടില്ലേ നിങ്ങൾ കാണോ ഗൈസ്? അപ്പോൾ ഞങ്ങളുടെ ഫോട്ടോഷൂട്ടായിരുന്നു. അപ്പോൾ ഇതും കൂടി ആ ഫോട്ടോഷൂട്ട് സെഷൻ വിത്ത് ജോസാപ്പ്. ജെയ്സിന്റെ കഴിവ് എങ്ങനെ ഉണ്ടെന്ന് നമുക്ക്. കഴിവിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ജോസഫിന്റെ ഈ മുഖം കാരണമാണ് ഈ ഫേസ് ആണ് ഗൈസ് പ്രശ്നം. പ്ലാസ്റ്റിക് സർജറി. എന്തായാലും ഇവിടുന്ന് ഞങ്ങൾ ഒരു 4-5 കുറച്ച് ഷോട്ട് എടുത്തിട്ടുണ്ട്. കുറച്ച് സ്നാപ്സ് എടുത്തിട്ട് നമ്മൾ പോയേക്കുവാണ് ഗൈസ്. ഓക്കെ അതെ. അപ്പോൾ വിശക്കുന്നുണ്ട്, നമ്മൾ കഴിച്ചില്ല. ഇനിയിപ്പോൾ നമുക്ക് അപ്പുറേ പോയാലോ, നമ്മുടെ മറ്റേ സ്പോട്ട്. ഞങ്ങൾ വേറെ സ്ഥലത്തോട്ട് പോകാം. അപ്പോൾ ഞങ്ങൾ അടുത്ത സ്പോട്ടിലേക്ക് പോട്ടെ. ഈ സ്പോട്ട് നമ്മുടെ ആലപ്പുഴയിലുള്ളവർക്കൊക്കെ അറിയാവുന്നതാണ് അല്ലേ സാർ? പിടിച്ചേ, ഒന്ന് കാണിച്ചു കൊടുത്ത്. ക്യാമറ എടുത്തോ. ഈ സ്പോട്ട് എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ആലപ്പുഴ നമ്മുടെ കനാലിൻ്റെ സൈഡാണ്. അതെ ഗൈസ്. അത് നേരെ പോയേക്കാം. അപ്പോൾ അടുത്ത സ്പോട്ടിലേക്ക് പോകാം. അപ്പോൾ ഓക്കെ ഗൈസ്. ഓക്കെ. ഇവിടെ കയറണമെങ്കിൽ അപ്പുറം കയറാം. സ്റ്റുഡിയൊന്നും വേണ്ട, അപ്പുറം സ്റ്റൈൽ യൂണിയൻ അവിടെ ഇവിടെ കയറി നോക്കാം അല്ലേ? സ്റ്റുഡിയോ കാലിലടയൊന്നും ഉള്ളതില്ല. തോന്നിയില്ല ഈ സൈഡ് അടിപൊളി. അതുകൊണ്ട് ഇപ്പം ഞാനെങ്ങനെ പിടിക്കും ക്യാമറ. ഗൈസ്. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, അവിടെ ചെന്നപ്പോഴേക്കും ഭയങ്കര തിരക്കാണ്. അവിടെ വണ്ടിയൊന്നും വിടാനായിട്ടൊന്നും ഒരു സ്ഥലവും ഇല്ല. നമ്മൾ ഒന്ന് കറങ്ങി തിരിഞ്ഞ് നമ്മളെപ്പോൾ ചെന്നാലും വണ്ടി ഇടാൻ പറ്റുന്നില്ല. ഇങ്ങോട്ട് പോകുന്നു ഗൈസ്. അതെ, അത് ശരിയായില്ല, ഒന്നുകൂടെ. അപ്പോൾ ഗൈസ് നമ്മള് കണ്ടല്ലോ, നിങ്ങൾ കണ്ടല്ലോ, അങ്ങോട്ട് ചെന്നപ്പോഴേക്കും ഭയങ്കര എനർജി വരട്ടെ. ഞങ്ങൾ നേരെ അങ്ങോട്ട് ചെന്നു. കണ്ടല്ലോ, അവിടെയൊക്കെ ഭയങ്കര തിരക്കാണ്, രക്ഷയില്ല, വണ്ടിയൊന്നും ഇടാനും സ്ഥലമൊന്നും ഇല്ല. അപ്പൊ അങ്ങനെ ഞങ്ങൾ ഇങ്ങോട്ടേക്കല്ലേ, എങ്ങോട്ട് നോക്കിയാലും എങ്ങോട്ട് തിരിച്ചാലും വണ്ടി ഇടാൻ പറ്റുന്നില്ല കാഴ്ച. അതെ അതെ.